എരുമേലിയിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിമാനത്താവളം കോന്നിയിൽ വേണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. ഓഗസ്റ്റിൽ തന്നെ ഇതിനായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ അടൂർ പ്രകാശ് ഫേസ്ബുക്കിലും ഈ ആവശ്യമുന്നയിച്ച് പോസ്റ്റുകളിട്ടു. നമുക്ക് സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ തിരുവല്ല, ചങ്ങനാശ്ശേരി, കുമ്പനാട്, കുമ്പഴ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ എയർപോർട്ട് വരുന്നുവെങ്കിൽ ശബരിമലയിലേക്ക് പോകാനുള്ള ദൈർഘ്യം വളരെ കുറയും. അത് മാത്രമല്ല, ആളുകൾക്ക് എത്തിപ്പിടിക്കാനുള്ള, ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു സൗകര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിദേശ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അവർക്ക് അതിൻ്റേതായ പ്രയോജനം വരും. മധ്യ തിരുവിതാംകൂറിലെ പ്രവാസികൾക്ക് പ്രയോജനം ചെയ്യുന്ന സ്ഥലമായ കുമ്പഴയോ കല്ലേലി എസ്റ്റേറ്റിലോ പദ്ധതി വേണമെന്നാണ് ആവശ്യം. ശബരിമല തീർത്ഥാടകർക്കും ഗവി, കോന്നി ടൂറിസം മേഖലയ്ക്കും ഇത് പ്രയോജനപ്പെടും. അതേസമയം ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമ ബിഷപ്പ് KP യോഹന്നാന് ഷെയർ നൽകിക്കൊണ്ട് എസ്റ്റേറ്റ് നിയമപരമാക്കി നൽകുന്നതോടെ സംസ്ഥാനത്തെ മുഴുവൻ കയ്യേറ്റ ഭൂമിയും തിരിച്ചുപിടിക്കുന്നതിനുള്ള കേസുകൾക്ക് തിരിച്ചടിയാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എരുമേലിയിൽ നിന്നും വിമാനത്താവളം കോന്നിക്ക് കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷയുമായി ഒരു തവണ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനാണ് അടൂർ പ്രകാശിന്റെ തീരുമാനം. പി. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.